ഹലോ മക്കളെ, നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ആലോചിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, സാർ ഇനിയും മോഡൽ എക്സാം ഒക്കെ ആയി തുടങ്ങി, പബ്ലിക് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഇനിയും നമ്മുടെ ഈ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള കാര്യം, അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അതിനുള്ള സമയം ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. പറ്റുന്നത്ര ഞാൻ അൺബയസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഉത്തരം പറയാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിവിഷൻ ബാച്ചിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് ഉപയോഗിക്കാനുള്ള സമയം ഉണ്ടോ നിങ്ങൾക്കുണ്ടോ? ഇല്ല. പക്ഷെ സെലക്റ്റീവ് ആയിട്ടുള്ള അതിൽ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സമയം ഉണ്ടാവും. അത് ഉപയോഗിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഗുണം ഉണ്ടാവുമോ? അതായത് A+, ഫുൾ A+ എന്നുള്ള ആ ഒരു എയിമിലേക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള എത്താനുള്ള ഒരു വഴിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ബാച്ച് യൂസ്ഫുൾ ആവുന്ന മാത്രമല്ല, റിവിഷൻ ബാച്ചിനെ കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് ഫുൾ A+ പുഷ്പം പോലെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ റിവിഷൻ ബാച്ചിൽ അതായത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. റിവിഷൻ ക്ലാസ്സസ് ഓരോ ചാപ്റ്ററിന്റെയും റിവിഷൻ ആയിട്ട്, അതായത് 2 hours അല്ലെങ്കിൽ 2.5 hours ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് A to Z എടുക്കുന്ന ക്ലാസ്സുകൾ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇനി അതിൽ എല്ലാ ക്ലാസ്സുകളും എല്ലാ സബ്ജക്റ്റിനെയും കാണാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ എല്ലാ ചാപ്റ്ററും നിങ്ങൾ തീർക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത് ചിലപ്പോൾ തീർക്കുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതൊന്നും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അത് സെലക്റ്റീവായി ചെയ്യണം. അതായത് നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ്, ഓൾറെഡി കുറച്ചെങ്കിലും അറിയുന്ന ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ 2x ഇട്ടിട്ട് ഫാസ്റ്റായിട്ട് കണ്ടു തീർക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നോട്ട് മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. നോട്ടിൽ നിങ്ങൾ നോക്കുമ്പോൾ ചില ടോപ്പിക്ക് തീരെ മനസ്സിലാവുന്നില്ലെങ്കിൽ ആ ടോപ്പിക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഭാഗം എടുത്ത് കാണുക, റെഡിയാക്കാം. അറിയാത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് കണ്ട് പഠിച്ചെടുക്കുക. അതെന്തായാലും നമ്മൾ പഠിച്ചെടുക്കണല്ലോ. അതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ യൂട്യൂബ് പോയി വൺ ഷോട്ട് കാണുന്നതിനാണ് എത്രയും നല്ലത് ഈ റിവിഷൻ ക്ലാസ് കാണാം. കാരണം അതിൽ എല്ലാ കാര്യങ്ങളും കവേർഡ് ആയിരിക്കും. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കോൺടെക്സ്റ്റിലായിരിക്കും. ഒന്നും അറിയാത്ത കുട്ടിക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആക്ച്വലി ഉപയോഗമുള്ള കാര്യങ്ങൾ. കാരണം ഇത് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവുകൾ എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. പക്ഷെ ആ ലൈവിൻ്റെ ഒക്കെ റെക്കോർഡിംഗ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്, അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. ഇതിന് അറിയാത്ത ചോദ്യങ്ങൾ ലൈവായിട്ട് അല്ല വീഡിയോ എടുത്ത് കാണാം. ഇനി അതല്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടാണ് പഠിക്കാൻ താല്പര്യം, 2x കണ്ടിട്ട് വേമേ കണ്ടുപോകാം. ഈ ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ യൂട്യൂബിലൊക്കെ എക്സാമിൻ്റെ തലേന്നൊക്കെ നമ്മൾ ചെയ്യാറ്. പക്ഷെ ആ തലേന്ന് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊന്നും നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല, പരീക്ഷയിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് യൂട്യൂബിൽ റിവിഷൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം യൂസ്ഫുൾ ആണ്. വർക്ക്ഷീറ്റിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോഡൽ എക്സാം നടത്തുന്നുണ്ട്. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതേണ്ട പ്രോസസ്സ് മനസ്സിലായില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഈ മോഡൽ എക്സാമിനോട് കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് കിട്ടുക. ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വെറും ബെനിഫിറ്റ് ഉണ്ടാവുന്ന മാത്രമല്ല, നിങ്ങൾക്ക് A+ കിട്ടാനുള്ള സംഗതി തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ മിസ്റ്റേക്ക് പലരും ഉണ്ടാകുക, ഇനിയും വൈകിച്ച് മോഡൽ എക്സാം കഴിയട്ടെ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് കുറച്ച് ദിവസം ബാക്കി ഉണ്ടാവട്ടെ, അപ്പം ഞാൻ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കും. അത് വെറും മണ്ടത്തരം. നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുന്നതല്ലേ. കാരണം നിങ്ങൾ സെയിം ഫീസ് കൊടുക്കേണ്ടി വരും. എന്ന് മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ അവസാനം ജോയിൻ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. മറ്റൊരു ഓഫർ കൂടി ഉണ്ട്, അതും കൂടി വേണമെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്തോ. +1 ഏത് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും ഇത് ഫ്രീ ആണെന്നുള്ള കാര്യം. +1 എക്സാമിനറും കൂടി പഠിക്കാൻ ഓൾറെഡി നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ അത് മേക്ക് സെൻസ്. അതല്ലെങ്കിൽ പോലും ഭയങ്കര ഫീസൊന്നുമല്ല. അപ്പൊ ആ ഒരു രീതിയിൽ ഇന്റലിജന്റ് ആയിട്ട് തീരുമാനം എടുക്കുക. തീർച്ചയായും ഒരു രീതിയിൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ റെഡി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ച് A+ലേക്ക് ഉള്ള ആ ഒരു നിങ്ങളുടെ നീക്കങ്ങൾ തുടങ്ങിക്കോളൂ. അത് നടന്നിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.